യെസ്, സ്റ്റുഡന്റ് കളക്റ്റീവ് കോർഡിനേറ്റർ നിള മോഹൻകുമാർ ചേരുന്നുണ്ട്. നിള, ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒരു കീഴടങ്ങലല്ല, അതായത് രാജ്യവിരുദ്ധ ശക്തികൾ മുതലെടുക്കുന്നത് തടയാനുള്ള നീക്കമായിരുന്നു രാജി എന്നാണ് BJPയുടെ പ്രതിനിധി സൂചിപ്പിക്കുക. അത്തരം ന്യായീകരണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതായത് ഈ ജൻസികളുടെ സമരത്തെ, ഈ സമര പോരാട്ടത്തെ നിസ്സാരവൽക്കരിക്കുകയാണ്. അങ്ങനെ നിസ്സാരമായി ജൻസികളുടെ ഈ പ്രക്ഷോഭത്തെ തള്ളിക്കളഞ്ഞാൽ ഒരുപക്ഷെ അത് വലിയ നഷ്ടങ്ങൾ പിന്നീട് BJPക്ക് ഉണ്ടാകും, കേന്ദ്ര സർക്കാരിനുണ്ടാകും. കാരണം ഇത് നിസ്സാരമായി കാണാൻ കഴിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു തുടക്കം മാത്രമാണോ? ഇനിയും പോരാട്ടങ്ങൾ പ്രതീക്ഷിക്കണോ? തീർച്ചയായിട്ടും ഇപ്പോ ജൻസികൾ നടത്തിയ ഈ സമരം എന്ന് പറയുന്നത് കേവലം നീറ്റ് പേപ്പർ ലീക്കിന്റെ പേരിലാണ് എന്ന് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് യുവാക്കൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം ഇന്ന് പഠിച്ച് പുറത്തേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് തൊഴിലില്ല ഈ നാട്ടിൽ. നമ്മൾ വീടുകളിലെ സാഹചര്യങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാത്തിനും വില കൂടുന്നു, ആരോഗ്യ മേഖല തകരുന്നു. അങ്ങനെ നമുക്ക് ചുറ്റും നിരവധി പ്രശ്നങ്ങളാണ്. അത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഇന്ന് യുവാക്കൾ വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഒരു പൊട്ടിത്തെറിയാണ് ഇന്ന് ഇവിടെ നടന്ന സമരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നിപ്പോ ഡൽഹിയിൽ നടന്ന സമരത്തിന് കൃത്യമായ ഡിമാൻഡുകളും എല്ലാം ഉണ്ടായിരുന്നു. അതൊരു കീഴടങ്ങലാണ് എന്ന് പറയുന്നതിനകത്ത് ഒരു കഴമ്പുമില്ല എന്നാണ് എനിക്ക് പറയാൻ തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഭരിക്കുന്ന സർക്കാരിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഉത്തരം എന്ന് പറയുന്നത് ലാത്തിയും ടിയർ ഗ്യാസും ഒന്നുമല്ല എന്ന് ഇന്നത്തെ യുവതലമുറ കാണിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ തെളിയിച്ചിരിക്കുകയാണ്. വളരെ ശക്തമായ ഡിമാൻഡുകൾ, വളരെ ന്യായമായ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ വിദ്യാർത്ഥികളും യുവാക്കളും സമരത്തിൽ ഇറങ്ങി പുറപ്പെട്ടത്. തീർച്ചയായിട്ടും എനിക്ക് BJPയുടെ പ്രതിനിധിയായിട്ടുള്ള സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോ 10 വർഷത്തിനിടയിൽ 89 പേപ്പർ ലീക്കുകളാണ് നടന്നിട്ടുള്ളത്. ഇതിനൊന്നും ഒരു ഉത്തരം തരാൻ ഇവർ തയ്യാറാകുന്നില്ല. കാരണം അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇന്നത്തെ ഭരണാധികാരികളോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അക്കൗണ്ടബിൾ ആകുക, ഞങ്ങളുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് ഉത്തരം തരിക എന്ന് പറയുന്നത് ഞങ്ങൾ വോട്ട് ചെയ്ത് കയറ്റിയ ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണ്. അത് ഇന്ന് നമ്മുടെ നാട്ടിൽ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ഭീകരമായ ഒരു കാഴ്ചയാണ്. അത് ചോദ്യം ചെയ്യുന്നവരെ UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ജയിലിൽ അടയ്ക്കുന്നു, അല്ലെങ്കിൽ കൊന്നുകളയുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ തെരുവിലിറങ്ങി ചോദ്യം ചെയ്യുന്ന യുവതലമുറയെ തെരുവിലൂടെ വലിച്ചിഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവിടെ ഞങ്ങൾ എല്ലാം സമ്മതിച്ചു. ഇപ്പോ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആന്റി നാഷണൽസ് ആണ്, അല്ലെങ്കിൽ കുറെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഞാനങ്ങ് രാജിവെക്കാണ്, ഇത്തരത്തിലൊക്കെ അഭിപ്രായം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര നിസ്സാരമായി ആണ് ഈ സമരത്തെ കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഭയന്ന് രാജിവെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം ആ രീതിയിലുള്ള ആ സമരം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ കൊണ്ടുപോയത്. ആ സമര കേന്ദ്രം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവിടെ ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്ന വിദ്യാർത്ഥികൾ, എത്ര മാതൃകാപരമായ ഒരു സമരമാണ് ഇന്നത്തെ യുവതലമുറ. ജെൻസി എന്ന് പറയുമ്പം ഫോണും നോക്കിയിരിക്കുന്നവർ, അല്ലെ രാഷ്ട്രീയം സംസാരിക്കാത്തവർ, അല്ലെ പുസ്തകം വായിക്കാത്തവർ, അപ്പൊളിറ്റിക്കൽ എന്നെല്ലാം പറയുമ്പോൾ ആ ജൻസികൾ നമുക്ക് കാണിച്ചു തരികയാണ് എങ്ങനെ സമരം ചെയ്യണം, എങ്ങനെ ചോദ്യം ചോദിക്കണം എന്നുള്ളത് കാണിച്ചു തരികയാണ്. അപ്പോ ഈ രാജി എന്ന് പറയുന്നത് ആന്റി നാഷണൽസ് ഈ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് അതൊക്കെ വെറും പൊള്ളയായ ന്യായീകരണങ്ങൾ മാത്രമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഭരണാധികാരികൾ അതിന് കൃത്യമായ ഉത്തരം തരേണ്ടതും അനിവാര്യമാണ്. യെസ്, നീള പറഞ്ഞു വളരെ സമാധാനപരമായി, മാതൃകാപരമായി മുന്നോട്ട് പോയൊരു സമരമാണ്, പ്രക്ഷോഭമാണെന്ന്. പക്ഷേ നേരത്തെ യുവമോർച്ചയുടെ BJP പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ചില രാജ്യവിരുദ്ധ ശക്തികൾ ഉൾപ്പെടെ അതിലേക്ക് കടന്നു കയറിയിട്ടുണ്ടോ എന്നൊരു സംശയം കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ആ സമരം സമാധാനത്തോടു കൂടി പോയ സമരം പിന്നീട് അത് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു. അത് പിന്നീട് പോലീസിന് അടിച്ചമർത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, അതായത് സ്റ്റുഡന്റ് കളക്റ്റീവ് കോർഡിനേറ്ററിന്റെ പ്രതിനിധിയാണെങ്കിൽ പോലും
നീള AIDSOയുടെ വിദ്യാർത്ഥി സംഘടനയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധി കൂടിയാണ്, ഒരു നേതാവ് കൂടിയാണ്. അങ്ങനെ വിവിധ ICF പോലുള്ള അല്ലെങ്കിൽ SFI, ASF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, NSUI, അങ്ങനെ വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, യുവജന സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം ഈ സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. നിങ്ങളത് ഡൽഹിയിൽ മാത്രമല്ല, രാജ്യതലസ്ഥാനത്ത് മാത്രമല്ല, ഇങ്ങ് കേരളത്തിൽ കൊച്ചിയിലടക്കം നിങ്ങൾ സമരം ചെയ്തു. ഈ സമരം ഒരുപക്ഷെ കത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, രാജ്യത്തെമ്പാടും ജൻസികൾ തെരുവിലിറങ്ങിയാൽ അതിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ BJP സൂചിപ്പിക്കുന്നത് പോലെ അത്തരമൊരു നുഴഞ്ഞുകയറ്റം, രാജ്യവിരുദ്ധ ശക്തികളുടെ നുഴഞ്ഞുകയറ്റം ഈ സമരത്തിലേക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ സമരത്തെ നശിപ്പിക്കാൻ വേണ്ടി, സമരം ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്കറിയാം, ചില സമൂഹ മാധ്യമങ്ങളിൽ രാജ്യതലസ്ഥാനത്തെത്തിയ ചില മലയാളികളായിട്ടുള്ള യുവാക്കളുടെ പ്രതികരണങ്ങൾ, വളരെ വിവാദപരമായിട്ടുള്ള പ്രതികരണങ്ങൾ പോലും പുറത്തു വന്നിരുന്നു. അങ്ങനെ സംശയിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു സംശയം അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം ഈ സമരത്തിൽ പങ്കെടുത്ത ഇപ്പം എന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ സ്റ്റുഡന്റ് കളക്റ്റീവ് കൊച്ചി, ആ ഒരു കൂട്ടായ്മയുടെ പല വിദ്യാർത്ഥികളും ഇപ്പൊ CJPയിൽ അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്ത പലർക്കും പല രാഷ്ട്രീയ ഐഡിയോളജി ഉള്ളവരുണ്ടാകാം. പക്ഷെ അവർ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ എന്താണ്, അവർ എന്തുകൊണ്ട് സമരത്തിനിറങ്ങി എന്നുള്ളതാണ്. അതിനകത്ത് പല അഭിപ്രായങ്ങളുള്ളവരുണ്ടാകാം, പല രാഷ്ട്രീയ കക്ഷികളിലുള്ള അല്ലെങ്കിൽ പല രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്, പല ഐഡിയോളജികളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അവരെന്തിനു തെരുവിലിറങ്ങി, എന്തായിരുന്നു അവരുടെ ഡിമാൻഡുകൾ എന്നുള്ളതാണ്. അല്ലാതെ ഒരു സമരം കാണുമ്പോൾ തന്നെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ആന്റി നാഷണൽസ് അതിനകത്തുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ അക്രമാസക്തരാകുന്നു എന്നെല്ലാം പറയുന്നത് ആ സമരത്തെ പിന്നോട്ടടിക്കാനും ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു ഭീതി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനും. കാരണം ചോദ്യം ചെയ്യുന്ന പുതുതലമുറയെ ഇന്നത്തെ ഭരണവർഗം ഭയക്കുന്നു എന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. കാരണം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പോലുള്ള നയങ്ങൾ നടപ്പിലാക്കുന്നു എന്നുവെച്ചാൽ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നില്ല. ചരിത്രത്തെക്കുറിച്ചോ ശാസ്ത്രത്തെക്കുറിച്ചോ ഗണിതത്തെക്കുറിച്ചോ ഭാഷയെക്കുറിച്ചോ ഒന്നും തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നില്ല. നമ്മുടെ ഹിസ്റ്ററി സിലബസുകൾ മാറ്റി തീർക്കുന്നു. ഭഗത് സിംഗിനെയോ ഗാന്ധിജിയെയോ നെഹ്റുവിനെയോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. മറിച്ച് സവർക്കറെ പോലുള്ള ആൾക്കാരെയാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടത്തിവിടുന്നത്. അല്ലെങ്കിൽ ശരിയായ ചരിത്രം പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ചരിത്രത്തിലെ ഒരു പ്രതിമയുടെ മേലെ അവർ നഗ്നയായിട്ടുള്ള ഒരു പ്രതിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മറച്ചു വെക്കുന്നു. അപ്പോ അത്തരത്തിൽ ഹിസ്റ്ററിയെ തന്നെ അല്ലെങ്കിൽ ശാസ്ത്രത്തെ തന്നെ, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം വരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അറിവ് ഇന്നത്തെ യുവതലമുറയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അവര് ചോദ്യം ചോദിക്കും, അവര് ചിന്തിക്കും, അവര് പ്രതികരിക്കും, അവരുടെ അവകാശങ്ങളെ കുറിച്ച് അവർ അവബോധരാകും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള പോളിസികൾ നമ്മളുടെ നാട്ടിൽ നടപ്പിലാക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യുന്ന, അതിനെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ച് സമരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പറ്റം ആൾക്കാരെ അല്ലെങ്കിൽ ആ സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ആന്റി നാഷണൽസ് ഉണ്ട് എന്നെല്ലാം പറയുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ചോദ്യം ചോദിച്ച് അല്ലെങ്കിൽ ഇത്രയും വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഇവർ അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല? കാരണം ഈ ഒരു സമരം നടന്ന സമയത്താണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആ NTA വർക്ക് ചെയ്യുന്ന പലരെയും പിരിച്ചുവിടുന്ന ഒരു നിലപാടെടുത്തത്. എന്തിനാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത്? വിദ്യാർത്ഥികൾ വർഷങ്ങളോളം, മാസങ്ങളോളം ഉറക്കമളച്ച് പഠിച്ച ഒരു എക്സാം മാതാപിതാക്കൾ ലോൺ എടുത്താണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലേക്ക്, തെരുവിലിറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിടുന്നത് ഇന്നത്തെ ഭരണാധികാരികളാണ്. അപ്പോ അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ നിർബന്ധിതരായിരിക്കാണ് തെരുവിലേക്ക് ഇറങ്ങാൻ. നല്ലൊരു സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നതിന് മറുപടി ഇവർ തയ്യാറാണെങ്കിൽ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോട് ജൻസികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞോ? അതുകൊണ്ടാണോ നിങ്ങൾ, അതായത് ഇവിടുത്തെ വിദ്യാർത്ഥികള്, ജൻസികള് തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സാർ.
കാരണം നമ്മളുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര സമരങ്ങളാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത്. കർഷകരുടെ സമരം കണ്ടു, ആശാ വർക്കർമാരുടെ സമരം കണ്ടു, ഇപ്പോൾ ഈ ഐതിഹാസികമായ ഡൽഹി സമരം കണ്ടു. കാരണം ഇന്ന് എല്ലാ മേഖലയിലെ ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായിരിക്കാണ്. കാരണം അത്രത്തോളം അവരുടെ ജീവിതം, ഇന്ന് ഭരിക്കുന്ന വർഗം ഒരിക്കലും എന്തൊക്കെ വാഗ്ദാനങ്ങൾ അവർ മുന്നോട്ട് വെച്ചാലും സാധാരണക്കാരന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ന് ഭരിക്കുന്ന വർഗത്തിനോ അവര് മുന്നോട്ട് വെക്കുന്ന പോളിസികൾക്കോ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അല്ലെ യുവാക്കൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. അതൊരു പ്രസക്തമായിട്ടുള്ള കാര്യമാണ് നീള ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോടുള്ള വിശ്വാസം ജൻസികൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് നീള സൂചിപ്പിച്ചതുപോലെ കർഷകരുടെ സമരം എടുത്തു നോക്കിയാൽ, ഏറ്റവും ഒടുവിൽ ആശമാരുടെ സമരം എടുത്തു നോക്കിയാൽ ഇവിടുത്തെ പ്രതിപക്ഷം നയിക്കേണ്ട സമരമായിരുന്നു. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നയിക്കേണ്ട സമരമാണ് ആശമാര്, അതായത് സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാര്. കേരളയിൽ സമരം എടുത്തു നോക്കിയാൽ വീട്ടമ്മമാരാണ് ആ സമരത്തിന് നേതൃത്വം നൽകിയത്. അതായത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അക്രമ സമരങ്ങൾ നടത്തുന്നുണ്ട്, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അത്തരം സമരങ്ങൾക്ക് എന്ത് റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം 10 വർഷത്തിലധികമായി കോൺഗ്രസ് രാജ്യത്ത് പ്രതിപക്ഷമായിരുന്നു, പല സമരങ്ങളും നടത്തി. ഇതുപോലുള്ള ഒരു സമരം വിജയിപ്പിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിനെ പോലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.